ഇതൊക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന് ഉപകരണം കാണാതായത് വിദഗ്ധ സമിതി കണ്ടെത്തി എന്നാണ് ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. ഡോക്ടർ ഹാരിസിനെ മാധ്യമങ്ങൾ വെറുതെ വിടണമെന്നും തെറ്റായ വാർത്തകൾ നൽകരുതെന്നും മന്ത്രി ആവശ്യപ്പെടുകയാണ്. മന്ത്രി ഇന്നലെയും ഇന്നും പറഞ്ഞ പല കാര്യങ്ങളിലും വളരെ അവിവ്യക്തത കുറവുണ്ട്. എന്തായാലും നമുക്ക് ഗ്രാഫിക്സിലൂടെ അക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കാം. എന്താണ് മന്ത്രി പറഞ്ഞ വാദങ്ങൾ അല്ലെങ്കിൽ വിശദീകരണം? ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. അതായത് ഇന്ന് പ്രധാനമായും പറഞ്ഞത് വിശദീകരണം തേടിയത് വേട്ടയാടല്ല എന്നാണ്. അതായത് ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടിയത് വകുപ്പ് തല നടപടിയാണ്, അതൊരു വേട്ടയാടൽ അല്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. സ്വാഭാവിക നടപടി മാത്രം. മറ്റൊന്ന്, ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടൂ. അതായത് മാധ്യമങ്ങളോട് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നത് മാധ്യമങ്ങളാണ്, അത് വെറുതെ വിടൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. വിദഗ്ധ സമിതിയാണ് ഇക്കാര്യം പറഞ്ഞത്. മറ്റൊന്ന്, മന്ത്രി പറഞ്ഞൊരു കാര്യം, മാധ്യമങ്ങളെ ആരോഗ്യമന്ത്രി പഴിചാരുന്നു, നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. മറ്റൊന്ന്, മന്ത്രിയുടെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. അതായത് അടുത്തതായി മന്ത്രി പറയുന്നത് എന്താണ്, അതായത് ആരോഗ്യമന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഉപകരണം കാണാനില്ല എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കുകളിലേക്കും ഇന്ന് പറഞ്ഞ വാക്കുകളിലേക്കും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചില മാധ്യമങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ ചില മാധ്യമങ്ങൾ എന്താ ചെയ്തത്, അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. വളരെ ദോഷമാണ് ഈ ചെയ്യുന്നത്. അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത്. നിങ്ങൾക്ക് എന്നോടും സർക്കാരിനോടും എന്നോടും ചെയ്യുന്ന, ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടൂ, ആ ഡോക്ടറെ വെറുതെ വിടൂ, അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഡോക്ടറെ വെറുതെ വിടൂ. ആരാണ് ശരിക്കും കള്ളം പറയുന്നത് എന്ന് മന്ത്രി നൽകിയ പ്രതികരണങ്ങൾ, ഇന്നലെയും ഇന്നും നൽകിയ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. ആരാണ് കൃത്യമായി ഇക്കാര്യത്തിൽ കളവ് പറഞ്ഞതെന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. ശരി, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ നോക്കാം. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഡോക്ടർ ഹാരിസ് പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. ഡോക്ടർ പറഞ്ഞത് ഇവയാണ്: ഓസ്കിലോസ്കോപ്പ് നിലവിൽ ഉപയോഗിക്കുന്നില്ല, ഒന്ന്. രണ്ടാമത്തത്, ഉപകരണം നഷ്ടമായിട്ടില്ല. മന്ത്രി പറഞ്ഞത് എന്താണ്, അവിടെ കളവ് പോയി എന്നാണ് ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ തലവനാണ്, യൂറോളജി വിഭാഗം മേധാവിയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെയോ, ഒരു ഉപകരണവും കേടായിട്ടില്ല. അടുത്തത്, അദ്ദേഹം പറയുകയാണ് എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നതാണ്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട, അതായത് പരിചയം ഇല്ലാത്ത, ഉപയോഗ പരിചയമുള്ള ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ടാണ് ഓസ്കിലോസ്കോപ്പ് നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഈ ഉപകരണം ഉപയോഗിച്ചതിൽ ചില പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ഉപകരണം ഉപയോഗിക്കാതെ വന്നതെന്നും ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല, ഉപകരണം കേടായിട്ടില്ല, കളവ് പോയിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുമ്പോൾ ആരാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ യഥാർത്ഥത്തിൽ വേട്ടയാടുന്നത്? അവിടെ വേട്ടയാടുന്നത്, ഹാരിസ് ചിറക്കലിനെ വേട്ടയാടുന്നത് ആരോഗ്യവകുപ്പ് തന്നെയല്ലേ? അത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും, ഇന്നലെ മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്നും, ഇന്ന് മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് കൃത്യമായി വ്യക്തമായതാണ്. ഷിജോ കുര്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ വിവരങ്ങൾ പറയും. ഇനി മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം കാണാനില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇന്നലെ. എന്നാൽ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നും അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നും ഇന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപകരണം കാണാനില്ല എന്ന് കണ്ടെത്തിയതെന്ന് മന്ത്രി ഇന്ന് വീണ്ടും പറഞ്ഞു. അത് താൻ പറഞ്ഞതല്ല, വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ്. അതിലടക്കം
ഒരു സമഗ്രമായിട്ടുള്ള വകുപ്പ് തല അന്വേഷണം നടക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും മന്ത്രി മാധ്യമങ്ങളെ പഴിചാരുകയാണ്. മാധ്യമങ്ങൾ തെറ്റായി വാർത്ത കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇത് താൻ പറയുന്ന കാര്യമല്ല, മാധ്യമങ്ങൾ വാർത്തയെ വളച്ചൊടിക്കുകയാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം കാണാനില്ല എന്നുള്ള കാര്യം വിദഗ്ധ സമിതി, ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി അന്വേഷണം നടത്തി കണ്ടെത്തിയ റിപ്പോർട്ടിലെ ഒരു ഭാഗമാണത്. അത് താൻ ഇന്നലെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിലടക്കം ഒരു വകുപ്പ് തല അന്വേഷണം നടക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്ടർ ഹാരിസ് ചിറക്കലും വരും. കാരണം അദ്ദേഹം വകുപ്പിന്റെ മേധാവിയാണ്. അതല്ലാതെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒരു സംശയമുന്നയിൽ നിർത്തുന്ന കാര്യം താൻ പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു പ്രതികരണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നടത്തിയത്. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് ആ ഉപകരണം അവിടെ തന്നെയുണ്ട്, അത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത്തരമൊരു ഉപകരണം ഉപയോഗിച്ച് പരിചിതമല്ലാത്തതിനാൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെയുള്ള മറ്റ് ഡോക്ടർമാർ ആരെയെങ്കിലും, അല്ലെങ്കിൽ താൻ അടക്കമുള്ള ഡോക്ടർമാർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം നൽകിയതിന് ശേഷം മാത്രം ആ ഉപകരണം ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഉപകരണം സംബന്ധിച്ച കാര്യത്തിനകത്ത് ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. ഉപകരണം ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു. ആ ഉപകരണം കാണാനില്ല എന്നുള്ള കാര്യം വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തായാലും ഒരു വകുപ്പ് തല അന്വേഷണം DMEയുടെ നേതൃത്വത്തിൽ നടക്കും. DMEയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും, യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഈ ഉപകരണം കാണാതായിട്ടുണ്ടോ, എന്താണ് ഇതിന് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച കാര്യം എന്താണ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണം ബോധപൂർവം ആരെങ്കിലും കേടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും DMEയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് ഒരു ഉപകരണവും അസ്വാഭാവികമായിട്ട് തകരാറിലാവില്ല, സ്വാഭാവികമായിട്ട് മാത്രമേ ഒരു ഉപകരണം തകരാറിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറയുമ്പോൾ എന്തുകൊണ്ട് വിദഗ്ധ സമിതി ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ള ആവശ്യം കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഷിജോ കുര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. സത്യം എല്ലാവർക്കും അറിയണം. ആരാണ് കളവ് പറയുന്നത്, ആരാരെയാണ് വേട്ടയാടുന്നത്, ഏത് സിസ്റ്റത്തിലാണ് കുഴപ്പമെന്ന് തീർച്ചയായും നമുക്ക് അറിയേണ്ടത് അനിവാര്യമാണ്.